ആശ്ലേട്ടൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോണത് റിവ്യൂവിനെ കുറിച്ചാണ് പറയാൻ പോണത്. അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ ഡീറ്റെയിൽസ് പറയാം. റിവ്യൂ പറയാൻ പോണാണ് വാഴ 2 കുറിച്ച്. വാഴ 2 എനിക്ക് ആദ്യമേ തന്നെ റേറ്റിംഗ് പറയാം, അതായത് 7/10. കാരണം എനിക്കധികം സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലല്ല സിനിമ എനിക്ക് തൃപ്തി തന്നത്. കാരണം ഞാൻ കണ്ട് ബോധിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, അത് കാണാതിരിക്കുന്നില്ല. വാഴ 2 നല്ല സിനിമ തന്നെയാണ്, പക്ഷേ എന്നെ പ്രേക്ഷകത്തോളം എനിക്ക് തൃപ്തി വന്നില്ല സിനിമ കണ്ടുകൊണ്ട്. കാരണം നമ്മൾ കണ്ട ഇത് സ്കൂൾ ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വാഴ 1 അത് തന്നെയാണ് വന്നത്. സെയിം പാറ്റേൺ തന്നെ വാഴ 1 വാഴ 2 കാണുന്നുണ്ട്. അതായത് സ്കൂളിൽ തല്ലി അത് ക്ലീഷയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. റിപ്പീറ്റായിട്ട് ആ സീന് വരുന്നുണ്ട്. അവർ പരിചയപ്പെടുന്ന ഒരു അടിയിലൂടെയാണ് മെയിനായിട്ട്. അതാണ് എനിക്ക് ക്ലീഷയായിട്ട് തോന്നിയത്. വാഴ 1 അങ്ങനെ തന്നെയാണ്. വാഴ 2 അങ്ങനെ കാണുമ്പോൾ ഒരു ബോറും അങ്ങനെയൊക്കെ ഫീൽ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ ആയതുകൊണ്ട് കോളേജ് കാലഘട്ടമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ കോളേജ് കാലഘട്ടം വരുന്നല്ലേ മറ്റേ വാഴ 1 കാണിച്ചത്. എന്നാലും സ്കൂൾ കാലഘട്ടത്തിലാണ് തുടക്കത്തിൽ ഇത് ഫൈറ്റും കാര്യങ്ങളും ഉണ്ടായത്. അവർ അടികൂടിയാണ് പരിചയപ്പെട്ടത്. പിന്നെ ബാക്കിയുള്ളവരെ കോളേജ് കാലഘട്ടത്തിൽ അടി കൂടിയിട്ടാണ് വാഴ 1 ഇത് ചെയ്തത്. ഇനി ഇത് നല്ല കോമഡി സിനിമയാണ്. നമ്മൾക്ക് ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി പോയതാണ്. അത് അങ്ങനത്തെ കാര്യത്തിന് അവർ കറക്റ്റായിട്ട് സിനിമ വാല്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യമൊക്കെ എന്നെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. ചില ആസ്പെക്ട്സിൽ മാത്രമേ എനിക്ക് തൃപ്തി കുറവുണ്ടായുള്ളൂ സിനിമയുടെ ഭാഗത്തു നിന്ന്. അത് നമുക്ക് കണ്ടിങ്ങനെ ഇതൊക്കെ സ്കൂൾ ഫൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം, എന്താണെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് അധികം തൃപ്തി വന്നില്ല. ഞാൻ ആക്ഷൻ സിനിമ കാണുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, അത് സ്കൂൾ ഫൈറ്റും കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഈ സിനിമയിൽ സ്ട്രോങ് ആയിട്ട് മയക്കുമരുന്നിനെതിരെ ശക്തമായിട്ട് സിനിമ പറഞ്ഞു പോകുന്നുണ്ട്, ശക്തമായിട്ട്. പിന്നെ അരിഷ്ടത്തിൻ്റെയൊക്കെ ഒരു വിവാദമൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, എന്താ അമൃതമായിട്ട് കുടിച്ചാലും ശാരീരികപരമായ ഘടനകളോ ശാരീരികമായ ഇഷ്യൂസൊക്കെ വരാൻ കാരണമാവും. ഉദാഹരണത്തിന് ലിവർ മറ്റ് മാരക അസുഖങ്ങൾക്ക് വഴിവെക്കും. നമ്മൾ ഒരു സാധനം അമിതമായിട്ട് കുടിച്ചോ, ഉദാഹരണത്തിന് അരിഷ്ടം തന്നെ കുറേ തവണ കുടിച്ചാൽ തന്നെ ശാരീരിക ബുദ്ധിമുട്ട് വരും. അത് ശരിയാണ്. അതിൻ്റെയൊക്കെ ഒരു വിവാദമൊക്കെ ഉണ്ടായി. അത് സിനിമക്ക് പോസിറ്റീവായിട്ട് തന്നെ വരുള്ളൂ. അത് ആരോപിച്ച വ്യക്തികൾക്കാണ് നെഗറ്റീവായിട്ട് വരുന്നത്. അവർ പറഞ്ഞ പോയിന്റ് ശരിയാണ്. എന്ത് സാധനം അധികം കുടിച്ചാലും അത് ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്താണെങ്കിലും. പിന്നെ സിഗരറ്റും മദ്യപിക്കുന്ന രംഗങ്ങൾ എനിക്ക് അരോചകമായിട്ട് തോന്നാറുണ്ട്. എല്ലാ സിനിമയിലും ഒഴിച്ചുവിടാൻ പറ്റാത്ത സാധനമൊന്നും അറിയാം. എന്നാൽ അത് പരമാവധി കുറയ്ക്കാൻ നോക്കും സിനിമകളിൽ. അത് നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും പതുക്കെ കുറക്കുമ്പോൾ. അപ്പം അത്രയും കാര്യങ്ങൾ കാര്യങ്ങൾ അതൊക്കെ അതും കൂടി ഒന്ന് കുറച്ച് വന്നാൽ നന്നായിരിക്കും. സിനിമയുടെ ഒരു മനോഹരിത അതാണ് വെക്കണം. പിള്ളേരിങ്ങനെ കഞ്ചാവും ഇതൊക്കെ ഉപയോഗിക്കണതിന് ശക്തമായിട്ട് കഥ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ മദ്യപാനവും അതേപോലെ പുകവലിക്കണതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇനി വരുന്ന സിനിമകളെ. അതുകൊണ്ടാണ് ഞാൻ ആ റേറ്റിംഗ് ഇത്രയും കുറച്ച് കൊടുത്തത്. അത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. സ്മോക്കിങ്ങിൻ്റെ പിന്നെ മദ്യപിക്കുന്ന രംഗങ്ങളൊക്കെ കൂടുതലാണ്. മദ്യപിക്കുന്ന രംഗങ്ങൾക്ക് അത് കുഴപ്പമില്ല, പക്ഷെ സ്മോക്കിങ് ഇറിറ്റേഷൻ ഉണ്ടാക്കണം എന്നെ സംബന്ധിച്ച്. അത്ര രംഗങ്ങൾ എനിക്ക് സത്യമായിട്ട് ഇഷ്ടമില്ല. അതാണ് എൻ്റെ റിവ്യൂ. പിന്നെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ പൊളിയാണ്. അതാണ് ആ ക്ലൈമാക്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വാഴ 2 ഫൈറ്റ് സീൻ അതടിപ്പം ഫൈറ്റായിരുന്നു. അതൊക്കെ നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം തൃപ്തിയുള്ളതാണ്. പിന്നെ വാഴ 3 എങ്ങനെയൊക്കെ ആണെന്ന് നോക്കി കാണാം. കാരണം ഗേൾസിൻ്റെ സിനിമ കൊണ്ട് അവിടെ മദ്യപാനത്തിനും പുകവലിക്കും സാധ്യത കുറവായതുകൊണ്ടും ആ സിനിമ എങ്ങനെയാണ് കഥ പറഞ്ഞു പോകണമെന്നൊന്ന് നോക്കി കാണും. വാഴ 3 അതെങ്ങനെയെന്ന് ഇറങ്ങുമ്പോൾ പറയാം. എന്തായാലും പോസിറ്റീവ് റിവ്യൂ ആ സിനിമക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു.